ഞെട്ടിക്കുന്ന നടുക്കുന്ന തെളിവാണ് വരുന്നത്. മല്ലികാർഗൻ ഖർഗെ ഒപ്പിട്ട ആര് മുഖ്യമന്ത്രി എന്ന് മല്ലികാർഗൻ ഖർഗെ തന്നെ ഒപ്പിട്ട നടുക്കുന്ന ഞെട്ടിക്കുന്ന ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അത് ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾ വി ഡി സതീശനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വി ഡി സതീശന്റെ ഏറ്റവും അവസാനത്തെ നടുക്കുന്ന ഒരു പ്രസംഗം വന്നിട്ടുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ആ ഒരു പ്രസംഗം പബ്ലിഷ് ചെയ്തിട്ടില്ല. എന്നാൽ ഞാൻ ആ ഒരു പ്രസംഗം വെച്ചു തരാം. നിങ്ങൾ ഓരോരുത്തരും ആ ഒരു പ്രസംഗം കേൾക്കണം. വി ഡി സതീശനെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഉറപ്പായിട്ടും അതായത് വി ഡി സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രിയായി വരുന്നത്. അതിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങൾ ഈ ഒരു പോസ്റ്റ് കാണണം. അതായത് മെയ് 10-ാം തീയതിക്ക് തന്നെ മല്ലികാർഗൻ ഖർഗെ ഉറപ്പിച്ചതാണ് ഈ പറയുന്ന വി ഡി സതീശൻ മുഖ്യമന്ത്രി എന്ന് ഒപ്പിട്ടു എന്ന് പറയുന്ന ഒരു ചിത്രം, ഒരു പോസ്റ്റർ ഞാൻ നിങ്ങൾ കാണുന്നു. ചിലർ പറയുന്നത് AI ആണ്, അത് വ്യാജമാണെന്നാണ് ചിലർ പറയുന്നത്. ഒരു കാര്യം പറയാം, ഇത് ഇത് ചില്ലറ കളിയാണോ? അതായത് ഇങ്ങനെയുള്ള ഒരു പോസ്റ്റ് ആരെങ്കിലും വ്യാജമായിട്ട് ഉണ്ടാക്കിയാൽ അവൻ അറസ്റ്റ് ചെയ്യപ്പെടൂലേ? കോൺഗ്രസ് എന്ന പാർട്ടി ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു പാർട്ടിയാണ്. കേസ് കൊടുത്താൽ ജാമ്യമില്ലാ വകുപ്പിൽ കേസാവും. അപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഒരു പക്ഷേ ഇത് ഫേക്ക് ആയിരിക്കും. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഇത് ഫേക്ക് അല്ല എന്നാണ്. കാരണം ഇത്തരത്തിലുള്ള ഒന്ന് ഇപ്പം ഞാൻ റെഡിയാക്കി കഴിഞ്ഞാൽ എനിക്ക് ജയിലടക്കം കിട്ടും. ഇതിപ്പോൾ മുഖ്യമന്ത്രി മല്ലികാർഗൻ ഖർഗെ വി ഡി സതീശനെ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പെന്നും പെൻസിലും അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ ഇങ്ങനെയുള്ള ഒരു സാധനം റെഡിയാക്കി കഴിഞ്ഞാൽ നോക്കൂ, ഇതിൽ സീലടക്കമുണ്ട്. അപ്പോൾ ഇത് 10-ാം തീയതിക്ക് തന്നെ വി ഡി സതീശൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതാണ്. പിന്നെ ആരോ ഖർഗെക്ക് കുത്തി കൊടുത്തിട്ട് മല്ലികാർഗൻ ഖർഗെയോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് വീഡിയോ വേണ്ട, KC മുഖ്യമന്ത്രി ആക്കണമെന്ന് പറയിപ്പിച്ചതാണെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. എന്തായാലും നിലവിൽ കിട്ടുന്ന അപ്ഡേറ്റ് ഈ പറയുന്ന നമ്മുടെ വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി വരുമെന്നാണ്. ഇന്നൊരു പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയുള്ളത്. വി ഡി സതീശന്റെ നടുക്കുന്ന ഞെട്ടിക്കുന്ന ഒരു തീപ്പൊരി പ്രസംഗമുണ്ട്. ആ പ്രസംഗം നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. അവസരം കിട്ടിയ ഞാനൊരു പൊതുപ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും എന്ന നിലയിൽ അധികാരത്തെ സ്നേഹിക്കുന്ന ആളും അധികാരം ആഗ്രഹിക്കുന്ന ആളുമാണ്. അല്ലാതെ അധികാരം ഇഷ്ടപ്പെടാത്തവരോ അങ്ങനത്തെ ഒരു ആദർശത്തിന്റെ ഒരു പൊയ്മുഖം അണിയാൻ ഒരിക്കലും ആഗ്രഹിക്കുന്ന ആളുമല്ല. എനിക്ക് അധികാരം ഇഷ്ടമാണ്. കാരണം MLA ആയിരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് പ്രൂവ് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു മന്ത്രി ആയാലോ അല്ലെങ്കിൽ അത്ര അധികാര സ്ഥാനത്തിരുന്നാലോ എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണയുണ്ട്. എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ അങ്ങനെയാണ് കരുതിയിരുന്നത്. എനിക്ക് നല്ലൊരു പോർട്ട്ഫോളിയോ, ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു വകുപ്പ് ഒരുപക്ഷെ തന്നു കഴിഞ്ഞാൽ അത് വളരെ പൊതുവായിട്ടുള്ള ചില പ്രയോഗങ്ങളുണ്ട്. ഈ നാട്ടിൽ ഒന്നും നടക്കില്ല, ഒരു കാര്യം നടക്കില്ല. ഒരു പൊതുപ്രയോഗം അങ്ങനെയല്ല, ഈ നാട്ടിൽ പലതും നടക്കും. സതീശന് അങ്ങനെ ഒരു ഉത്തമ ബോധ്യമുണ്ടായിരുന്നു, അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ കോൺഗ്രസ് ഒരു പാർട്ടിക്കാരനായി നിലനിൽക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ചാനലുകളിലൊക്കെ വന്നിട്ടുള്ള ആളാണ്. പക്ഷെ കോൺഗ്രസിൽ നടന്ന ഗ്രൂപ്പ് വഴക്കിന്റെ പേരിലോ അല്ലെങ്കിൽ പരസ്പരം ചെളിവാരി എറിയുന്ന പ്രക്രിയ നടക്കുന്ന കാലത്തോ ഒന്നും ശ്രീ ജോണി എന്നെ ഒരു ചാനലിലും കണ്ടു കാണില്ല. ഞാൻ പാർട്ടി പ്രവർത്തകരെ ഡീമോറലൈസ് ചെയ്യുന്ന, അവരെ മാനസികമായി അവരെ തകർക്കുന്ന ഒരു കാര്യവും ഞാൻ പറയുകയോ ചെയ്യുകയില്ല. വളരെ വ്യക്തമായ ഒരു കാര്യം പറയാനുണ്ട്. എല്ലാവരും പറഞ്ഞ് എന്താണ് പ്രതികരിക്കാത്തത്, എന്താ പറയാത്തത്? ഈ ഗവൺമെന്റിനെയോ എന്റെ പാർട്ടിയെയോ പാർട്ടി പ്രവർത്തകരെയോ വേദനിപ്പിക്കുന്ന ഒരു വാക്കുപോലും എന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവില്ല. എന്തൊരു സത്യസന്ധമായിട്ടുള്ള വാക്കുകളല്ലേ. ഇതിനെ വിശദീകരിച്ചു തരാം. അതിനു മുമ്പ് നടുക്കുന്നൊരു വാർത്ത വരുന്നുണ്ട്. അതായത് റിപ്പോർട്ടർ ചാനൽ എന്നേക്കുമായിട്ട് ഇല്ലാതാവും. റിപ്പോർട്ടർ ചാനലിന്റെ അരുൺകുമാർ കളിച്ച് അങ്ങേയറ്റം വരെ കളിക്കുന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് വിശദീകരിച്ചു തരാം. അതിനു മുമ്പ് ഇത് നല്ല മനുഷ്യനാണല്ലേ. അതായത് പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ഷാഫി പറമ്പിലടങ്ങുന്ന എല്ലാ നേതാക്കളും വി ഡി സതീശന് എതിർപ്പാണ്. അതിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഷാഫിക്ക നിങ്ങൾ KCക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ ഷാഫിയുടെ അടുത്ത വൃത്തം പറയുന്നത് രാഹുൽ മാങ്കുടത്തിന് കേസ് വന്നപ്പോൾ വി ഡി സതീശൻ ഒപ്പം നിന്നില്ല എന്നാണ്. അതിൽ ഞാൻ രണ്ട് അഭിപ്രായം പറയും. ഒന്ന്, അതായത് ഇപ്പോൾ പെണ്ണ് കേസാണ് അവിടെ ഈ പറയുന്ന രാഹുൽ മാങ്കുടത്തിൽ തെറ്റുകാരനല്ല, കള്ളക്കേസാണ് വന്നത്. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. കള്ളക്കേസാണെങ്കിലും പെണ്ണ് കേസ് വന്ന ഒരാളെ വി ഡി സതീശൻ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടർ ചാനലിന്റെ അരുൺകുമാർ ചാവാതെ ഉണ്ടല്ലോ, അവൻ വാർത്ത കൊടുക്കും. അതുകൊണ്ട് കോൺഗ്രസിന് വോട്ട് കുറയുമായിരുന്നു. അതുകൊണ്ടാണ് വി ഡി സതീശന് രാഹുൽ മാങ്കുടത്തിലിനെ വേണ്ട മോനെ, അതായത് നിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാമെന്ന് ഈ പറയുന്ന വി ഡി സതീശൻ പറഞ്ഞത്. അത് നമ്മൾ വി ഡി സതീശനോട് എതിർത്തിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ ഷാഫിയൊക്കെ പറയുന്നത് വി ഡി സതീശന് ഈ പറയുന്ന രാഹുൽ മാങ്കൂടത്തിൻ്റെ ഒപ്പം നിൽക്കാത്തതാണ് ഞങ്ങളെ ചൊടിപ്പിച്ചതെന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. റിപ്പോർട്ടർ ചാനലിന്റെ തെമ്മാടിത്തരം നിങ്ങൾ നോക്കൂ. കോൺഗ്രസിന്റെ വനിതാ നേതാവിനെ പൊട്ടിട്ടത് പച്ചയിലാണ്. നാണമുണ്ടോ? ഇത് എന്തിനല്ലേ? അതായത് തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ട്
കോൺഗ്രസ്സുകാർ തമ്മിൽ തല്ലണം. എന്തൊരു ചെറ്റത്തരല്ലേ ഈ പറയുന്ന റിപ്പോർട്ടർ. ഞാൻ അരുൺകുമാറിനോട് ഒരു കാര്യം പറയാം. മോനെ അരുൺകുമാറെ, രാഹുലിന്റെ ജീവിതം നീയൊക്കെ ഇല്ലാതാക്കി. രാഹുലിന്റെ ജീവിതം നീ വെറുതെ കള്ളക്കേസ് വന്നപ്പോൾ ഉള്ള കേസ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ജീവിതം ഇല്ലാതാക്കി നിനക്ക് സമാധാനമായി. ഇപ്പൊ നീ എന്തിന് ഇവിടെ കളിക്കുന്നു? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നിയമ നടപടിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരെന്ന് അവർ തിരക്കിലാണ്. സോഷ്യൽ മീഡിയയിൽ ആര് എന്ത് പറഞ്ഞാലും അവർ കോൺഗ്രസ്സുകാർ ആരും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം അവർക്ക് ഇഷ്ടം പോലെ ടെൻഷൻ ഉണ്ട്. അങ്ങനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മുഖ്യധാര മാധ്യമങ്ങൾ ഇങ്ങനെ പൊട്ടിടുന്നത് ശരിയാണോ? ഇത് വളരെ വളരെ തെറ്റാണ്. ഈ പാവപ്പെട്ട ഈ സ്ത്രീ ഉണ്ടല്ലോ, കോൺഗ്രസ് നേതാവായ ഈ സ്ത്രീ ദീപദാസ് മുൻഷി, അങ്ങനെയാണ് ഇവരുടെ പേര്. ഇവർ പൊട്ടിടുന്നുണ്ട്, പക്ഷേ ചുവന്ന പൊട്ടാണ് ഇവർ ഇടുന്നത്, പച്ച പൊട്ട് ഇവർ ഇടുന്നില്ല. എന്തിനാണ് റിപ്പോർട്ടറെ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്? നാണവും മാനവും ഉണ്ടോ? നിങ്ങൾ മുഖ്യധാര മാധ്യമങ്ങളല്ലേ, ഒരു യൂട്യൂബർ ചെയ്തെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കട്ടെ. ഇതിപ്പോൾ വളരെ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശം. അടുത്തൊരു വാർത്തയും കൂടി വരുന്നുണ്ട്. അതായത് മുസ്ലിം ലീഗിന്റെ കൽബിൽ VD സതീശൻ പാണക്കാടിൽ വിളിച്ച സോണിയാഗാന്ധി നിലപാട് അറിയിച്ചു. അതായത് ഒരു കാര്യം പറയാം, എങ്ങനെ ഇപ്പോൾ മുസ്ലിം ലീഗ് പറയുന്നത് VD സതീശൻ മുഖ്യമന്ത്രി ആവണമെന്നാണ്. ആരാണ് മുസ്ലിം ലീഗ്? വയനാട്ടിലെ പാവങ്ങൾ, അതായത് നമ്മളെപ്പോലെ കിടന്നുറങ്ങിയവർ വയനാട് ദുരന്തത്തിൽ അപകടത്തിൽ മരിച്ച സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. ആ പാവങ്ങൾക്ക് ഈ കേരളത്തിൽ സർക്കാർ ഉണ്ടായ CPM പോലും വീട് വെച്ച് കൊടുക്കാത്തപ്പോൾ 50 വീടിന്റെ പണി ഏറ്റവും ആദ്യം പൂർത്തിയാക്കി കൊടുത്തത് മുസ്ലിം ലീഗാണ്. അതായത് അവർ പാർട്ടിയിൽ ആരും, മുസ്ലിമീങ്ങളാകട്ടെ ഹിന്ദുക്കളാകട്ടെ ആരും ആയിക്കൊള്ളട്ടെ, പക്ഷേ അവർ നല്ലൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആരെക്കൊണ്ടും കഴിയാത്തതാണ് അവർ കഴിഞ്ഞത്. അപ്പോൾ നല്ലതെന്തും തീരുമാനിക്കുന്നവരാണ് അവർ. VD സതീശൻ മുഖ്യമന്ത്രിയായി വന്നാൽ കേരളത്തിന്റെ ജനങ്ങൾ രക്ഷപ്പെടുമെന്ന് അവർക്കറിയാം. അതിനെന്തിനാണ് ഇങ്ങനെ അസൂയപ്പെടുന്നത്? വളരെ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശം. അപ്പോൾ KC വേണുഗോപാലിനോട് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, എൻ്റെ പൊന്നു KC വേണുഗോപാലെ, നിങ്ങളോട് എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളത്. അതായത് ഇപ്പോൾ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ശരി തന്നെയാണ്. VD സതീശൻ ഞങ്ങൾക്കിടയിൽ, അതായത് VD സതീശന്റെ പ്രസംഗം കേൾക്കുമ്പോഴും VD സതീശൻ ജനങ്ങൾക്കിടയിൽ ഇറങ്ങുമ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് VD സതീശൻ നല്ല മുന്നാണ്. നിങ്ങൾ, അതായത് എന്ത് നല്ല കാര്യമാണ് നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത്? KC വേണുഗോപാൽ, നിങ്ങൾ ഈ കാര്യം പറയണം. നിങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിയോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ KC വേണുഗോപാൽ, നിങ്ങൾ തന്നെ സ്വയം ഇതിൽ നിന്ന് ഊരിപ്പോകണം. ഇനിയിപ്പോൾ ഞാൻ വാശി പിടിക്കുന്നില്ല, VD സതീശൻ തന്നെ വേണം, രമേശ് ചെന്നിത്തല തന്നെ വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. വേറെ 102 സീറ്റുണ്ടല്ലോ മൊത്തത്തിൽ. ആരോ ഏതെങ്കിലും ഒരു വനിതാ സ്ത്രീയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒന്നിനാകട്ടെ എന്നേ. എല്ലാവരും അതായത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും വിജയിച്ച എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമാണ്. സത്യസന്ധമായിട്ട് പറയും. ഇപ്പോൾ ഈ 3 പേര് എന്നാണെന്നും വേറെ ഇതൊന്നുമില്ല. വേറെ ആരെങ്കിലും ഒന്നാക്ക്, നമുക്ക് വേണ്ടത് നല്ലൊരു മുഖ്യമന്ത്രിയാണ്. KCക്ക് പറഞ്ഞൂടെ? KC പറഞ്ഞു ഞാൻ തന്നെ മുഖ്യമന്ത്രിയാവണം. നാണവും മാനവും ഉളുപ്പെന്ന് പറയുന്ന സാധനം KCക്കുണ്ടോ? KCയോട് ഞാൻ ഇത്ര തന്നെ ചോദിക്കുന്നു. മാനവും മര്യാദ എന്ന് പറഞ്ഞൊരു സാധനം KCക്കുണ്ടെങ്കിൽ KCയെ ഇങ്ങനത്തെ പണിയെടുക്കത്തില്ല. അതായത് KCയുടെ ചങ്കാണ് രാഹുൽ ഗാന്ധി. ഇപ്പൊ KC പറയുന്നതിന് രാഹുൽ ഗാന്ധി, അതായത് KC എന്ത് കള്ളം പറഞ്ഞാലും രാഹുൽ ഗാന്ധി വിചാരിക്കുന്നത് ശരി തന്നെയാണ്. KC പച്ചക്കളവ് രാഹുൽ ഗാന്ധിയോട് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ജനങ്ങൾ VD സതീശന് വേണ്ടി സംസാരിക്കുമ്പോൾ KC പറയുകയാണ് അതൊക്കെ പൈസ മേടിച്ചിട്ടാണ്, VD സതീശൻ പൈസ കൊടുത്തിട്ടാണ് അങ്ങനെ പറയിപ്പിക്കുന്നതെന്ന് ഈ പറയുന്ന KC പറയിക്കുകയാണ്. നാണമുണ്ടോ KC? അതായത് KC എങ്ങാനും മുഖ്യമന്ത്രിയായി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു കാര്യം പറയാം, അടുത്ത 5 വർഷത്തിൽ ഭരണം പോകും. പിന്നീട് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം തിരിച്ചു വരാൻ നല്ല പണിയുണ്ട്. നേരെ മറിച്ചിട്ട് VD സതീശൻ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ കേരളത്തിൽ തുടർച്ചയായിട്ട് 10 വർഷം കേരളം ഭരിക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല. റിക്വസ്റ്റാണ് KC വേണുഗോപാലിനോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ള, പൊന്നാറ് KCയെ എത്രയും പെട്ടെന്ന് സ്വയം ഒഴിഞ്ഞു പോയി, ഇല്ലെങ്കിൽ നിങ്ങളെ ജയിപ്പിക്കത്തില്ല. അതറിയാം നിങ്ങൾക്ക്. എന്തിനു വേണം? രാഹുൽ ഗാന്ധിക്ക് തന്നെ ഭീഷണിയാണ്, പ്രിയങ്ക ഗാന്ധിക്ക് തന്നെ വലിയൊരു ഭീഷണിയാണ്. അതായത് നിലവിൽ പ്രിയങ്ക ഗാന്ധിയോട് പറയുന്നത് ഞങ്ങൾ ജയിപ്പിക്കൂല എന്നാണ്. അതായത് ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ളൊരു മണ്ഡലമാണ് വയനാട് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ മത്സരിക്കാൻ. അവിടെ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ജയിപ്പിക്കൂല എന്നാണ് ഈ KCക്ക് സീറ്റ് കൊടുത്താൽ. അത്രയും വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ് പ്രവർത്തകരുള്ളത്. KCയെ മുഖ്യമന്ത്രി ആക്കിയാൽ എന്താവും അവസ്ഥ എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഞാൻ തൽക്കാലം ചെയ്യണം. ഓക്കെ, ബൈ.